Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ഈഗർലി അവൈറ്റഡ് സ്മാർട്ട് ഫോൺസ് ആണ്. നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 1 ആണ് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ മിനിഞ്ഞാന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഓൾറെഡി ഈ ഫോണിനെ സംബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കോൺട്രവേഴ്സിക്കൊന്നും പോയിട്ടില്ല, നമുക്കും റിവ്യൂ ഡിവൈസ് ഒന്നും തന്നില്ലായിരുന്നു. അപ്പോൾ നത്തിങ് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും നത്തിങ് ഇയർ 1 വന്നപ്പോൾ അവർ 2-3 ആഴ്ച കഴിഞ്ഞാണ് നമുക്ക് റിവ്യൂ യൂണിറ്റ് അയച്ചെന്ന്. അപ്പോൾ ഇയർഫോൺസിനൊക്കെ 2 വീക്സോ 3 വീക്സ് കഴിഞ്ഞാലും റിവ്യൂവിന് കുഴപ്പമില്ല. പക്ഷേ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാവരും തന്നെ ഫോൺ മേടിക്കണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നത് റിവ്യൂസൊക്കെ കണ്ടിട്ടായിരിക്കും. ഒട്ടുമിക്ക പേർക്കാരും റിവ്യൂസൊക്കെ കാണും. അതിന് ബേസ് ചെയ്ത് ചില ഡിസിഷൻസ് എല്ലാം എടുക്കില്ലെങ്കിലും ചില ഡിസിഷൻസ് റിവ്യൂസിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് റിവ്യൂ അല്ലെങ്കിൽ അൺബോക്സിങ് ഇതിനകത്ത് ഫീച്ചേഴ്സ്, ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് എത്രത്തോളം നല്ലതാണെന്നുള്ളതെല്ലാം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മേടിക്കുകയും ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 36,000 രൂപയ്ക്ക് ബ്ലാക്ക് വേരിയൻ്റാണ്, 8GB 256GB വേരിയൻ്റാണ് നമ്മൾ മേടിച്ചത്. കാരണം ഇത് എത്രയും പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. വൈറ്റ് വേരിയൻ്റ് അറൗണ്ട് ജൂലൈ 22-ാം തീയതി എന്തുകൊണ്ട് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്ലാക്ക് വേരിയൻ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കോൺട്രവേഴ്സീസിക്ക് നമ്മൾ പോകുന്നില്ല. അത് സത്യത്തിൽ റിവ്യൂ യൂണിറ്റ് ഷെയർ ചെയ്യാത്തത് ഒരു നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ സൗത്തിൽ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. എങ്കിൽ അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നത്തിങ് ഫോൺ 1. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 32,000 ആണ്. ഇതിൽ 8GB 128GB സ്റ്റോറേജ്, അതേപോലെ 8GB 256GB 12GB 256GB അങ്ങനെ 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. ബ്ലാക്കും വൈറ്റും കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് എന്തോ ഒരു ഹൈപ്പ് വേൾഡിൽ ഉണ്ടാക്കി ഒരു സ്മാർട്ട് ഫോണിനെ ബേസ് ചെയ്ത് എന്തോ ഒരു ഹൈപ്പാണ് ഉണ്ടാക്കിയെന്ന് അറിയാം. പ്രത്യേകിച്ച് ആ ബാക്കിൽ LED അറൗണ്ട് 900 LEDs ലൈറ്റ്സ് വെച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ അൺബോക്സിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നത്തിങ് ഫോൺ 1 എഴുതി കാണാം. അപ്പോൾ ഒരു പാറ്റേൺ ഒക്കെ കാണാം. ഇത് ഫ്ലിപ്കാർട്ടിൽ മേടിച്ചുകൊണ്ടാണ് ഈ ലേബൽസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നത്തിങ് ഫോൺ 1 8GB 256GB സ്റ്റോറേജ്. ഇതിന് വില 36,000 രൂപയാണ്. എനിക്ക് പ്രീ ഓർഡർ ചെയ്ത കാരണം എനിക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു ഇനീഷ്യൽ, അല്ലെങ്കിൽ 36,000 രൂപയാണ്. പിന്നെ 2,000 രൂപ HDFC കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആസ്പെക്ട്സ് പറയുക. ഇത്ര ഇതിനകത്ത് ബാക്കിൽ എഴുതിയിട്ടുള്ളൂ. ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. മാനുഫാക്ചർ ഡേറ്റ് ജൂലൈ 2022. അപ്പോൾ നമുക്കിവിടെ തുറക്കാം. ഇതാണ് തുറക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അഡീഷണൽ സ്റ്റിക്കർ ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ ഇവിടെ തുറക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ 2 സ്ലോട്ട്സാണ് ഉള്ളത്. ഒന്ന് ഫോണിൻ്റെയാണ്. അപ്പോൾ ഇതാണ് ഫോണ് നമുക്ക് പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് വെക്കാം. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് അഡീഷണൽ ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും ഇതിനകത്ത് ഉള്ളൂ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്. ഇൻഫാക്ട് കേസ് ഇല്ല കേട്ടോ ഇതിനകത്ത്. സോറി, ഞാൻ തെറ്റിപ്പോയതാണ്. കേസില്ല. ഇതിനകത്തൊരു സിം ഇജക്റ്റർ പിന്നാണ്. അതുണ്ടല്ലേ, ഒരു സിം ഇജക്റ്റർ പിൻ, ഒരു ട്രാൻസ്പാരൻറ്റ് സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. ഇതൊക്കെ ഒരു തരത്തിൽ പറയാച്ച ഒരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട്. പക്ഷേ ഇതൊന്നും വലിയ ഫംഗ്ഷനാലിറ്റി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സിം ഇജക്റ്റർ പിൻ അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിം ഇജക്റ്റർ പിന്നെ പോക്കറ്റിൽ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പേഴ്സിലൊക്കെ ക്യാരി ചെയ്ത് നടക്കാൻ ഡിഫിക്കൽട്ടാണ്. നോർമൽ സിം ഇജക്റ്റർ പിന്നെ പേഴ്സിലൊക്കെ കുറേ കൂടെ യൂസബിലിറ്റി വൈസ് ബെറ്റർ ആണെന്ന് പറയാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്. USB Type-C to Type-C ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ, സേഫ്റ്റി ഇൻഫർമേഷൻ എല്ലാം തന്നെ നത്തിങ്ങിൻ്റെ ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ സമയം കളിക്കാണ്ട് 5G ബാൻഡ്സ് അറൗണ്ട് 12 5G ബാൻഡ്സ് എന്തോ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ബാക്കി ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതില്ലേ വയേർഡ് ഇൻപുട്ട് 11 വോൾട്ട് 3 ആംപിയർ ആണ്. വയർലെസ് ചാർജിങ് ഇൻപുട്ട് 15 വോട്ട് ആണ്. വയർലെസ് റിവേഴ്സ് ചാർജിങ് 5 വോട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് 3 റേറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയേ ബോക്സിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് വേഗം തന്നെ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. ഇത് ആക്ച്വലി വളരെ ഒരു മികച്ച ഒരു പ്രീമിയംനെസ് നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട്. നമുക്കിവിടെ മെറ്റൽ ചാസിയാണ് വരുന്നത്. ഇവിടെ വോളിയം കീസാണ് വരുന്നത്. കുറേയൊക്കെ ആപ്പിളിൻ്റെ സ്റ്റൈൽ ഓഫ് ഡിസൈൻ ആണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇവിടെ നമുക്ക് കണ്ടില്ലേ ആൻറ്റിന ബാൻഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പവർ ബട്ടനാണ്. ഇവിടെ ആൻറ്റിന ബാൻഡ്സ് കാണാം. താഴെ നമുക്ക് സിം ട്രേ ആണ്. അതേപോലെ USB Type-C പോർട്ടും ഇവിടെ സ്പീക്കർ യൂണിറ്റ് ആണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്.
പിന്നെ നമുക്കിവിടെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 50 മെഗാ പിക്സൽ പ്രൈമറി സെൻസറും ഒരു 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് സെൻസറുമാണ് വരുന്നത്. അതിൽ തന്നെയാണ് മാക്രോ യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി നല്ലൊരു സെറ്റപ്പ്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് മൾട്ടിപ്പിൾ ക്യാമറ, അതായത് 2 മെഗാ പിക്സൽ ഡെപ്തും 2 മെഗാ പിക്സൽ മാക്രോനേക്കാളും കൊടുക്കണേക്കാളൊക്കെ എന്തുകൊണ്ട് നല്ലതാണ് 2 ക്യാമറയിൽ ഒതുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് യു ഐ ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇവിടെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ബെസൽസ് കണ്ടില്ലേ, ഞാൻ ബെസൽസ് ഒന്നുകൂടെ കാണിച്ചു തരാം വിശദമായി. ഇതൊന്ന് സെറ്റപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബെസൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബെസൽസ് വളരെ ഒരു മിനിമലിസ്റ്റിക് മാത്രമല്ല ഈക്വൽ ബെസൽസ് ആണ്. കണ്ടില്ലേ, എല്ലാ സൈഡിലും ഈക്വൽ ബെസൽസ് ആണ്. ഈ സൈഡിലെ ബെസൽസ് കുറച്ച് അധികമാണ് ഡെഫിനറ്റ്ലി പറയാം, എങ്കിലും എല്ലാ സൈഡിലും ഈക്വൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഫോണിൽ താഴെ നമുക്ക് കുറച്ചുകൂടെ അഡീഷണൽ ബെസൽസ് വരും, ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ഇവിടെ ഈക്വൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ല ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ ആസ്പെക്ട്സിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ഞാൻ പറഞ്ഞു, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയാണ് വരുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു അറൗണ്ട് 198 ഗ്രാംസ് എന്തോണ് ഇതിൻ്റെ സൈസ് വരുന്നത്, ഐ മീൻ വെയിറ്റ് വരുന്നത്. ഇൻഫാക്ട് 193 ആണ്. 8.3 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്, നല്ല പ്രീമിയംനെസ് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഐഫോണൊക്കെ യൂസ് ചെയ്ത് വരാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കിട്ടുന്നത്, ജസ്റ്റ് ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാം. അല്ലേ, ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യം പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു 6.55 ഇഞ്ചസ് ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ്. Gorilla Glass 5 സപ്പോർട്ടാണ്. HDR 10+ ആണ്. 10 ബിറ്റ് കളർ പാനലാണ്. അതേപോലെ 2400x1800 പിക്സൽ റെസൊല്യൂഷൻ ആണ്. പിക്സൽസ് പെർ ഇഞ്ച് 402 ആണ് വരുന്നത്. 500 നിറ്റ്സ് ഓഫ് ബ്രൈറ്റ്നസ് ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ്. പിന്നെ 60 to 120 ഹെർട്സ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഹാപ്റ്റിക് ടച്ച് മോട്ടോഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ഓപ്ഷൻസിലൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് ഉണ്ടല്ലേ ഡിസ്പ്ലേ ഓപ്ഷൻസ്. ഇവിടെ ഡാർക്ക് തീം ഉണ്ട്, അതേപോലെ കളേഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ലൈവ് കളേഴ്സ്, കളർ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ നൈറ്റ് ലൈറ്റ്, സ്മൂത്ത് ഡിസ്പ്ലേ, ഓട്ടോമാറ്റിക് റിഫ്രഷ് റേറ്റ്, ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്ക് തീം ഡിസേബിൾ ചെയ്യാം. ഇതുണ്ടല്ലേ കളേഴ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്നത് നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു എന്താ പറയുക ഡെപ്ത് ഉണ്ട്. കളർഫുൾ ഡിസ്പ്ലേ മാത്രമല്ല, നല്ലൊരു ഷാർപ്നെസ്സും ആ ഡെപ്തും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും സത്യത്തിൽ പറയാച്ചാൽ. അപ്പോൾ നമ്മളൊരു നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഡെഫിനറ്റ്ലി കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. നല്ലൊരു ഷാർപ്പ് വൈബ്രൻറ്റ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. അത് 10 ബിറ്റ് AMOLED പാനലുമാണ്. അതേപോലെ തന്നെ നമുക്ക് HDR 10+ സപ്പോർട്ട് ഉണ്ട്. നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ കുറിച്ച് എനിക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. വളരെ മികച്ച ഒരു പാനലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ പോകാം. അപ്പോൾ ഇത് വരുന്ന ഒബ്വിയസ്ലി നത്തിങ് OS ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ നത്തിങ് ഫോൺ 1, നത്തിങ് OS 1.0.1 ആണ്. 16 GB യൂസ്ഡ് ആണ്. 256 GB-യിലെ 8 GB RAM ആണ്. SIM 1 SIM 2ൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതേപോലെ Android 12 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 778G+ ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കാര്യമായ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, ഐക്കൺ പാക്സ് ഉണ്ട്, വാൾപേപ്പർ സ്റ്റൈൽ ഉണ്ട്, ഡിസ്പ്ലേ ഓപ്ഷൻസ് ഞാൻ നേരത്തെ കാണിച്ചു. പിന്നെ ഡിജിറ്റൽ വെൽബീയിങ്, പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും കാര്യമായില്ല. പിന്നെ വരുന്നത് ഗ്ലിഫ് ഇൻ്റർഫേസ് ആണ്. അതിലേക്ക് ഞാൻ വരാം, കാര്യമായി ഡീറ്റെയിൽഡായി പറയാം. നോട്ടിഫിക്കേഷൻ സെൻറ്റർ ടോഗിൾസ് കണ്ടില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ആൻഡ്രോയിഡ് 12-ലെ അതേ UI ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാര്യമായി ചേഞ്ച് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇതുണ്ട് ഗ്ലിഫ് ഇൻ്റർഫേസ് ഓൺ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ് പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, മെമ്മറി മാനേജ്മെൻറ്റ് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തോന്നി. അപ്പോൾ എക്സ്പീരിയൻസിനാണ് നത്തിങ് OS ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലിഫ് ഇൻ്റർഫേസിലേക്ക് പോകാം. ഇവിടുത്തെ LED ലൈറ്റ് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലിഫ് ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗ്ലിഫ് ലൈറ്റ്സ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ ഡീഫോൾട്ട് റിംഗ് ടോൺ. അപ്പോൾ നമുക്ക് കുറച്ച് റിംഗ് ടോൺ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ അടുത്ത റിംഗ് ടോണിൽ പോവാം. ഇതൊരു സ്റ്റൈൽ ഫാക്ടറാണ്. കണ്ടില്ലേ,
ഇത് നമുക്ക് മൾട്ടിപ്പിൾ നോട്ടിഫിക്കേഷൻസ് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇത് ചാർജിങ്ങിനുള്ളതാണ്. അപ്പോൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാം. അപ്പോൾ ക്യാമറ യൂസിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടല്ലേ, ഇത് ഓരോരോ ഇൻ്റർഫേസിന് ഓരോരോ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ ഇത് തേർഡ് പാർട്ടി ഇതിനകത്ത് വർക്കാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയിൽ ഇത് വർക്കാവില്ല എങ്കിലും നോർമൽ നമുക്ക് ഇതിനകത്ത് കൊടുത്ത റിംഗ് ടോൺസിൽ ഇത് വർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ്. അപ്പോൾ ഇതിനകത്ത് ഡീഫോൾട്ട് റിംഗ് ടോൺസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ആണ്, പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ഫ്ലിപ്പ് ടു ഗ്ലിഫ് ഇൻ്റർഫേസ് ഉണ്ട്, ബെഡ് ടൈം ഷെഡ്യൂൾ, അതായത് രാത്രി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത് റിംഗ് ടോൺസും നോട്ടിഫിക്കേഷൻ ലൈറ്റും ചാർജിങ്ങും മാത്രമേ ആസ് ഓഫ് നൗ ഉള്ളൂ. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേകത ഉണ്ട്, എന്താ ഡെഫിനറ്റ്ലി ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ഇതുണ്ടല്ലേ, ബാക്ക് പാനലാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ആണ്. പിന്നെ നമുക്കിവിടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, ഗ്ലിഫ് ഇൻ്റർഫേസും അതേപോലെ ബാക്കിൽ നത്തിങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാം. അതേപോലെ വളരെ ഒരു ഗ്ലാസ് ഫിനിഷാണ്, നല്ലൊരു പ്രീമിയംനെസ് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡും കാണാവുന്നതാണ്. അപ്പോൾ ഇൻ ഹാൻഡ് ഫീലാണ് ഇതിൽ ഡെഫിനറ്റ്ലി ഒരു ഇംപ്രസീവ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് ഫീല് വളരെ ഒരു മികച്ച ഒരു ഇൻ ഹാൻഡ് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറും അതേപോലെ ഒരു 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ പ്രൈമറി സെൻസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സോണീൻ്റെ IMX 766 സെൻസറാണ്. അതേപോലെ ഇവിടെ നമുക്ക് സാംസങ്ങിൻ്റെ JN1 സെൻസറാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ വരുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് ക്യാമറ സെറ്റപ്പ്. ഇതിനകത്ത് മാക്രോ സെൻസർ ഇല്ല എങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ വെച്ച് നമുക്ക് മാക്രോ സെൻസർ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, രണ്ട് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, ഇവിടെ LED ഫ്ലാഷും ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഉണ്ട്. ക്യാമറ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് അവിടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന് അത്. ഇനി ക്യാമറേൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ക്യാമറ ഇൻ്റർഫേസ് ഉണ്ടല്ലേ, വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ക്യാമറ ഇൻ്റർഫേസ് ആണ്. വീഡിയോ റെക്കോർഡിംഗ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, മോർ പോയി കഴിഞ്ഞാൽ മാക്രോ മോഡ് കാണാം. അതേപോലെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് തോന്നുന്നു 4K 30 FPS ഉള്ളൂ. 4K 60 ഇല്ല, 720p 60, 1080p 60 ഉണ്ട്. അതേപോലെ HDR റെക്കോർഡിംഗ് ഉണ്ട് 30 FPS. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പോർട്രേറ്റ് മോഡ്, അഡീഷണൽ ഓപ്ഷൻസ്, എക്സ്പേർട്ട് മോഡ്, പാനോറമ മോഡ്. വളരെ സിമ്പിൾ ഇൻ്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന സാമ്പിൾസ് എല്ലാം നത്തിങ് ഫോൺ 1 എന്ന് എടുത്ത സാമ്പിൾസ് ആണ്. ഇത് ഞാൻ അൺബോക്സ് ചെയ്തതിന് ശേഷം ഉടനെ എടുത്ത സാമ്പിൾസ് ആണ്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയ ഒരു വിലയിരുത്തൽ സാധിച്ചിട്ടില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് വേണ്ടി പറയാം. ഏറ്റവും മികച്ചതാണോ എന്ന് ഒരിക്കലും പറയത്തില്ല, കാരണം അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് കണ്ടില്ല. എങ്കിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയ പല ലൈറ്റ് കണ്ടീഷൻസിൽ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റും. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇനി നത്തിങ് ഫോൺ 1 വരുന്നത് നമുക്ക് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. തിക്നെസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അഡീഷണൽ കപ്പാസിറ്റി വേണ്ടതായിരുന്നു. എങ്കിലും ഈ ലൈറ്റും അതിന് ഇൻ്റർഫേസ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും തോന്നുന്നു 4500 ഉള്ളൂ. 33 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15 വാട്ട് വയർലെസ്സും അതേപോലെ 5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ചാർജർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നത്തിങ് ചാർജർ 45 വാട്ട് ചാർജർ, അത് നാളെ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാർജിങ് ടെസ്റ്റും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം നല്ലതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. 4500 mAh കപ്പാസിറ്റി ബാറ്ററി കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി തന്നെയാണ്. പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗൺ 778G+ നല്ലൊരു എഫിഷ്യൻറ്റ് ചിപ്പ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. IP53 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. അതേപോലെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ
ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ 1ൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. നമ്മൾ വളരെ ക്വിക്കായിട്ടാണ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി വളരെ ക്വിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ചാർജിങ് ടെസ്റ്റും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ 1ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ജൂലൈ 21 എല്ലാവർക്കും സെയിൽ വരുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വേരിയൻറ്റും 2 കളേഴ്സുമാണ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ പ്രോബ്ലി ബ്ലാക്ക് എടുക്കുള്ളൂ. ബ്ലാക്കിലാണ് ലൈറ്റ് കുറച്ചും കൂടെ ബെറ്ററായി കാണുന്നത്. പക്ഷേ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രോബ്ലി വൈറ്റ് ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുക്കാൻ കാരണം ബ്ലാക്കേ സ്റ്റോക്കിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും വന്നപ്പോൾ എനിക്ക് ബ്ലാക്കാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വൈറ്റിനേക്കാളും. എങ്കിലും ബാക്കിയുള്ള എക്സ്പീരിയൻസ് എല്ലാം ഞാൻ വിശദമായി പറയുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ 1ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.